فبأي آلاء ربكما تكذبان. അടുത്ത നാമം അൽ വഹാബ്. അൽ വഹാബ്, വഹാബ് എന്ന് പറഞ്ഞാൽ ധാരാളം അനുഗ്രഹം ചൊരിയുന്നവൻ, ധാരാളം സമ്മാനങ്ങൾ നൽകുന്നവൻ, അങ്ങനെ ഔദാര്യങ്ങൾ ചൊരിയുന്നവൻ എന്നെല്ലാമാണ് വഹാബ് എന്നുള്ളതിൻ്റെ അർത്ഥം. ഖുർആനിൽ 3 സന്ദർഭങ്ങളിലാണ് അൽ വഹാബ് എന്നുള്ള നാമം വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്ത് ആലി ഇമ്രാനിലെ 8-ാമത്തെ ആയത്തിൽ, സൂറത്ത് ആലി ഇമ്രാനിലെ 8-ാമത്തെ ആയത്തിൽ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ കൽബിനെ നീ തെറ്റിച്ച് കളയരുതേ, ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിനു ശേഷം, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്കൊരു സമ്മാനമായി, ഔദാര്യമായി, അനുഗ്രഹമായി ഞങ്ങൾക്ക് നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, തീർച്ചയായും നീ വഹാബാണ് എന്ന് പറയുന്നുണ്ട്. ഈ ദുആഇനെ പറ്റി പറയുന്നൊരു വാക്ക് ഉലമാക്കൾ പറയാറുള്ളത് ഹിദായത്ത് ലഭിച്ചവരുടെ ദുആ എന്നാണ്. ഈ ദുആ ഹിദായത്ത് ലഭിച്ചവരുടെ ദുആ ആണ് റബ്ബന ലാ തുസിഗ് ഖുലൂബന എന്ന് തുടങ്ങുന്നത്. കാരണം ഹിദായത്തിന് ശേഷം തെറ്റിക്കരുത് എന്നുള്ളത് നമ്മൾ വളരെയധികം ആവശ്യക്കാരാകുന്ന ഒരു ദുആ ആണിത്. അപ്പോൾ ഇതിൽ വഹാബ് എന്നുള്ള നാമം വന്നിട്ടുണ്ട്. രണ്ടാമത് വന്നിട്ടുള്ളത് സൂറത്ത് സ്വാദിലെ 9-ാമത്തെ ആയത്തിൽ അം ഇൻദഹും ഖസാഇനു റഹ്മതി റബ്ബിക്കൽ അസീസിൽ വഹാബ്, അവരുടെ അടുക്കലാണോ, അതല്ല അവരുടെ അടുക്കലാണോ അസീസും എല്ലാവിധ പ്രതാപമുള്ളവനും വഹാബും എല്ലാവിധ ഔദാര്യം ചൊരിയുന്നവനുമായ അള്ളാഹുവിൻ്റെ ഖജനാവുകൾ അവരുടെ അടുക്കലാണോ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്. മൂന്നാമതായി വന്നിട്ടുള്ളത് സൂറത്തു സ്വാദിലെ 35-ാമത്തെ ആയത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ദുആയിലാണ്. ഖാല റബ്ബിഗ്ഫിർ ലീ വഹബ് ലീ മുൽക്കൻ ലാ യൻബഗീ ലിഅഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുക, റബ്ബിഗ്ഫിർ ലീ, റബ്ബേ എനിക്ക് നീ പുറത്തു നൽകണമേ, വഹബ് ലീ മുൽക്കൻ, എനിക്ക് നീ അധികാരം ഒരു അനുഗ്രഹമായി ഔദാര്യമായി നൽകണമേ, ലാ യൻബഗീ ലിഅഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ഒരാൾക്കും ലഭിക്കാത്ത രീതിയിൽ, ഇന്നക അൻതൽ വഹാബ്, നീ അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്നവനാണല്ലോ. വഹാബ് എന്നുള്ള പദം അറബി ഭാഷയിൽ സീഗത്തു മുബാലഗയിൽ ഫഅൽ എന്ന വസനിലുള്ളതാണ്. സീഗത്തു മുബാലഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ ധാരാളമായി ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് സീഗത്തു മുബാലഗ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഒരു കാര്യം ധാരാളമായി ചെയ്യുന്നവൻ. അപ്പോൾ അല്ലാഹു തആല വഹാബ് എന്ന് പറയുമ്പോൾ ധാരാളമായി അനുഗ്രഹം ചൊരിയുന്നവൻ, ധാരാളമായ കാര്യങ്ങൾ നൽകുന്നവൻ, ധാരാളമായി മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവൻ, അതെല്ലാം വഹാബ് എന്നുള്ള അർത്ഥത്തിന്റെ ആശയത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നൽകാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധിക്കൂല. നമുക്ക് എന്ത് കാര്യം ആവശ്യമാണെങ്കിലും അത് നൽകേണ്ടവൻ വഹാബായ അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ അടുക്കലാണ് ആകാശഭൂമികളുടെ ഖജനാവുകൾ ഉള്ളത്. അവൻ്റെ കയ്യിലാണ് കാര്യങ്ങളുടെ തീരുമാനമുള്ളത്. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നടക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കാത്തത് നടക്കാനും പോകുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് തടയുന്നു. അള്ളാഹു നൽകിയത് തടയാൻ ഒരാൾക്കും സാധിക്കില്ല, അള്ളാഹു തടഞ്ഞത് നൽകാൻ ഒരാൾക്ക് സാധിക്കില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത് പോലെ ഔദാര്യങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അത് തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ഗർഭപാത്രത്തിൽ ഒരു കുട്ടി അള്ളാഹുവിനോട് ഒന്നും ചോദിച്ചിട്ടല്ല, പക്ഷെ അവന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ കുട്ടി പുറത്തേക്ക് വരുമ്പോൾ ആ മാതാപിതാക്കളുടെ ഉള്ളിൽ ആ കുട്ടിയോടുള്ള ഇഷ്ടം, കൃപ, കാരുണ്യം ഇട്ടുകൊടുക്കുന്നത് അള്ളാഹുവാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ചെറിയ കുട്ടികളോട് വലിയ ആളുകൾക്ക് കാരുണ്യം തോന്നുന്നില്ല, ഒരു കൃപ തോന്നുന്നില്ല എങ്കിൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ? ഒരു കുട്ടിയോട് ഉപ്പാക്കും ഉമ്മാക്കും ഒരു കൃപ തോന്നുന്നില്ല, കാരുണ്യം അള്ളാഹു ഇട്ടുകൊടുത്തിട്ടില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ കുട്ടിക്ക് ഒന്നിനും കഴിയാത്ത സമയം നമ്മുടെ ജീവിതത്തിലൊക്കെ കഴിഞ്ഞു പോയതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭത്തിൽ നമ്മുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഉള്ളിലിട്ടുന്ന കൃപയാണ്, കാരുണ്യമാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ സഹായകമാകുന്നത്. നമ്മൾ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്നു, അങ്ങേയറ്റം അറുപ്പും വെറുപ്പും തോന്നുന്ന രീതിയിൽ നമ്മുടെ ഉമ്മാക്ക് നമ്മളോട് വെറുപ്പ് പോകുന്നില്ല, നമ്മുടെ ഉമ്മാക്ക് നമ്മളോട് അകൽച്ച പോകുന്നില്ല. അള്ളാഹു ഇട്ടുകൊടുത്താണത്, ഉമ്മാക്ക് തന്നെ ഉണ്ടായതൊന്നല്ല, അള്ളാഹു തആല ഇട്ടുകൊടുക്കുന്നതാണത്. അപ്പം അങ്ങനെ അത് നൽകുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓരോ അവസ്ഥയിലും ഓരോ ഘട്ടത്തിലും വളർത്തിക്കൊണ്ടുവരുന്നു. ആ ഓരോ സമയത്തും ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകുന്നു. അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള ഈമാനും തഖ്വയും നൽകുന്നു. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നൽകുന്നു. അവിടെ അവസാനിച്ചോ? ഇല്ല.
അള്ളാഹുവിനെ സൂക്ഷിച്ച് ഈമാനോടുകൂടി മരിച്ച ആളുകൾ അവർക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ അടിമകൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. അവർക്ക് ധാരാളം പ്രതിഫലങ്ങൾ നൽകുന്നു. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സും ചിന്തിക്കാത്ത പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അതാണ് വഹാബ് എന്ന് പറഞ്ഞാൽ. അതാണ് വഹാബ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും നമുക്ക് ലഭിക്കുന്ന എന്ത് കാര്യം, എന്ത് നന്മയുണ്ടെങ്കിലും അത് വഹാബായ അള്ളാഹു സുബ്ഹാനഹു വ തആല ലഭിക്കുന്നതാണ്. ഇനി ഖുർആൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ, സമ്മാനങ്ങൾ, ഔദാര്യങ്ങൾ അടിമകൾക്ക് നൽകിയിട്ടുള്ളത് വഹാബ് എന്നുള്ള നാമത്തിൻ്റെ അർത്ഥത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഒരാൾക്ക് സൽകീർത്തി നൽകുന്നത്, അതുപോലെ തന്നെ ധാരാളം രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്നത്, കാരുണ്യം നൽകുന്നത്, അതിനെപ്പറ്റി പറഞ്ഞു നോക്കൂ. സൂറത്ത് മറിയമിലെ 50-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മകനായി ഇസ്ഹാഖിനെയും പേരമകനായി യാക്കൂബിനെയും നൽകിയെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, വവഹബ്നാ ലഹും മിൻ റഹ്മതിനാ വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ. നമ്മുടെ കാരുണ്യം നാം അവർക്ക് ഒരു ഹിബയായിട്ട്, ഹിബ എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നാണ് മലയാളത്തിൽ പറയാൻ പറ്റുന്നൊരു വാക്ക്. അതായത് വേറൊന്നും പ്രതീക്ഷിക്കുക. സമ്മാനം എങ്ങനെ കൊടുക്കുക? നമ്മൾ സമ്മാനം എന്താ കൊടുക്കുക? ഒരാളോടുള്ള ഇഷ്ടം കൊണ്ട് അയാൾക്ക് കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും സമ്മാനം എന്നുള്ളത്, അല്ലേ? നമ്മൾ വേറെ പകരം എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടൊന്നും ആവില്ല. ഒരാളോട് ഇഷ്ടം, അയാൾക്ക് സന്തോഷമായിക്കോട്ടെ എന്നൊക്കെ കൊടുക്കുന്നത്. അള്ളാഹു പറയാണ്, അങ്ങനെ നാം നമ്മുടെ കാരുണ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും മക്കളുടെയും മേൽ ഇട്ട് കൊടുത്തു. അതുപോലെ അവർക്ക് സൽകീർത്തി, ഈ ഉയർന്ന സൽകീർത്തി അവർക്ക് ഈ ദുനിയാവിൽ ആക്കി കൊടുത്തു. അതുപോലെ സൂറത്തു മറിയമിലെ 53-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിന് കൂട്ടായി ഹാറൂൻ നബിയെ നൽകിയതിൽ വവഹബ്നാ ലഹു മിൻ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയ്യ. അല്ലാഹു പറയാണ്, നമ്മുടെ കാരുണ്യമായിക്കൊണ്ട് ഹാറൂനെ കൂടി മൂസാ നബി അലൈഹി സ്വലാം നബിയായി നൽകി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ദുആഇൽ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ എന്നുള്ളത് മിൻ ലദുൻക റഹ്മ. അപ്പോൾ അള്ളാഹു നൽകുന്ന കാരുണ്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. വഹാബ് എന്ന നാമം കൊണ്ടാണ്. ഇവിടെ നമ്മൾ ഈ അസ്മാഉൽ ഹുസ്ന പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു നാമം കൊണ്ടാണ് നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് ലഭിക്കുന്നതാവട്ടെ, അല്ലാതെ ഈ ലോകത്ത് നടക്കുന്ന ഏത് കാര്യവുമാവട്ടെ, അള്ളാഹുവിൻ്റെ ഒരു നാമം കൊണ്ടാണ് നടക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞാൽ അതിൽ വിശേഷണം ഉണ്ടാകും. ആ വിശേഷണം കൊണ്ടാണ് ഈ ലോകത്തുള്ള ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം പോലും നടക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവുമായി അത്ര ബന്ധം ഉണ്ടാവേണ്ട കാര്യമാണ്. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കി, ഒരു പേജ് അള്ളാഹിൻ്റെ നാമമല്ലാത്ത കാണാൻ പറ്റുമോ? പറ്റൂല. പോട്ടെ, ഒരു എത്രയോ നാമങ്ങൾ ഉണ്ടാവും ഖുർആനിലെ ഒരു പേജ്. ഖുർആനിലെ ആയത്തുകളിൽ ഭൂരിഭാഗവും അവസാനിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ടാണ്. കാരണം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതും അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതും ആ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ എങ്ങനെ അതിൽ അള്ളാഹിൻ്റെ നാമങ്ങൾ പറയാതിരിക്കുക? അതുകൊണ്ട് നാം എപ്പോഴും പഠിക്കേണ്ടതും നമ്മൾ ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം നടക്കുമ്പോഴും അള്ളാഹുവിൻ്റെ ഈ നാമത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആ നാമം കൊണ്ട് അള്ളാഹുവിനോട് തേടുകയും ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറണം. അതിനാണ് നമ്മൾ അസ്മാഉൽ ഹുസ്നയൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ഹിബയാണ് എന്ന് നിലക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകുന്നത്, ആധിപത്യം നൽകുന്നത്, ഹിക്മത്ത് നൽകുന്നത്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് നിലക്ക് കാണാം. സൂറത്തു ശുഅറായിലെ 21-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനോട് സംസാരിക്കുന്ന സംസാരത്തിൻ്റെ ഇടയ്ക്ക്, ഫിർഔൻ നീ ഒരാളെ കൊന്നിട്ട് പോയതല്ലേ എന്നെല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ തൗബ ചെയ്ത് മടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഫവഹബ ലീ റബ്ബി ഹുക്മൻ വജഅലനി മിനൽ മുർസലീൻ. എൻ്റെ റബ്ബ് എനിക്ക് ഹിക്മത്ത് നൽകി, അറിവ് നൽകി, എന്നെ റസൂലാക്കി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ സൂറത്തു ശുഅറായിൽ 83-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മഹത്തായ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനോടുള്ള ദുആയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബേ, എനിക്ക് നീ ഹിക്മത്ത് നൽകണമേ, എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമേ എന്ന് ഹിബയായിട്ട് നൽകണമെന്ന് തേടുന്നത്. ഒരാൾ ഹിബ നൽകുന്നുണ്ടെങ്കിൽ വഹാബാണ്. അപ്പോൾ ആ വഹാബ് എന്നുള്ള നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ വിശേഷണത്തെ വെച്ചിട്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ദുആയിലും വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്, അധികാരം എനിക്ക് നൽകണം എന്നൊക്കെ തേടിയത്. അപ്പോൾ അധികാരവും ഹിക്മത്തും അറിവുമെല്ലാം അള്ളാഹു നൽകുന്ന ഹിബയാണ്. മറ്റൊന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിബയായി നൽകുന്ന കാര്യമായി ഖുർആനിൽ പറഞ്ഞത്
ഒരു മനുഷ്യന് സ്വാലിഹത്തായ ഇണയെ നൽകുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്തായിട്ടുള്ള ഔദാര്യമായി സമ്മാനമായിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്ന നേരത്തെ സൂറത്ത് സ്വാദിലെ 43-ാമത്തെ ആയത്തിൽ വവഹബ്നാ ലഹു അഹ്ലഹു വമിത്ലഹും മഅഹും റഹ്മതൻ മിന്നാ. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ ഒരുപാട് പരീക്ഷണം, രോഗം കാരണം പരീക്ഷിച്ചു. അതിൽ ക്ഷമയോടുകൂടി നിലനിന്നു. അത് കഴിഞ്ഞ് അത് ശിഫയായി കൊടുത്ത് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് എല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ ഒരു ഭാര്യ മാത്രമേ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം നഷ്ടപ്പെട്ട മക്കളൊക്കെ ആ ഇണയെയും അതുപോലെ തന്നെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നഷ്ടപ്പെട്ട കുടുംബത്തെയും എല്ലാം പകരം നൽകിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്തിലുള്ള ദുആയിൽ വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇതിൽ ഞങ്ങളുടെ ഭാര്യമാരിലും സന്താനങ്ങളിലും കൺകുളിർമ ഉണ്ടാക്കണേ എന്ന് പറയുമ്പോൾ അതിലും ഹബ് ലനാ എന്നാണ് പറഞ്ഞത്. അതുപോലെ സൂറത്തുൽ അൻബിയയിലെ 72-ാമത്തെ ആയത്തിൽ വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ നാഫില. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇസ്ഹാഖ് നബിയെയും അതുപോലെ തന്നെ യാക്കൂബ് നബിയെയും നൽകിയത്, മക്കളും പേരമക്കളും നൽകിയത് അള്ളാഹുവിന്റെ ഹിബയാണെന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയയിലെ 90-ാമത്തെ ആയത്തിൽ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് യഹ്യാ നബിയെ നൽകിയത് ഹിബയാണ്. ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ വഅസ്ലഹ്നാ ലഹു സൗജ. ഭാര്യയെ നന്നാക്കി കൊടുക്കുകയും യഹ്യാ നബിയെ മകനായി നൽകുകയും ചെയ്ത് പറയുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് സുലൈമാൻ നബിയെ നൽകിയത് സൂറത്ത് സ്വാദിലെ 30-ാമത്തെ ആയത്തിൽ വവഹബ്നാ ലി ദാവൂദ സുലൈമാൻ എന്ന് കാണാം. അപ്പോൾ ഭാര്യ, സന്താനങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകുന്ന ഹിബയാണ്. ഇപ്പോൾ ഒരാൾക്ക് കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ സ്വാലിഹത്തായ ഒരു ഇണയെ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ സന്താനം ലഭിക്കുന്നില്ല, അവൻ തേടുമ്പോൾ ഏത് നാമം വെച്ചിട്ട് തേടേണ്ടത്? അസ്മാഉൽ ഹുസ്ന അറിയാത്ത ഒരാൾക്ക് അതറിയില്ല. വഹാബ് എന്നുള്ള നാമം വെച്ച് തേടണം. അള്ളാഹുവിനോട് വഹാബ്, നീ ധാരാളം ഹിബ നൽകുന്നവനാണല്ലോ എന്ന നിലക്ക് വഹാബ് എന്നുള്ള നാമത്തെ വെച്ചിട്ടാണ് അള്ളാഹുവിനോട് തേടേണ്ടത്. ആ നാമത്തിന്റെ ആശയത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹാബാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹിബകൾ അത് വ്യത്യസ്ത തരത്തിലായിരിക്കും. ഇപ്പൊ അള്ളാഹു മക്കളെ നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രീതികൾ കാണാം. സൂറത്ത് ശൂറയിലെ 49-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെതാണ് ആകാശഭൂമികളെല്ലാം. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പെൺമക്കളെ ഹിബയായി കൊടുക്കുന്നു. വയഹബു ലിമൻ യശാഉ ദുക്കൂറ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ നൽകുന്നു ഹിബയായിക്കൊണ്ട്. പെൺമക്കളെ മാത്രം നൽകുന്നു, ചിലർക്ക് ആൺമക്കളെ മാത്രം നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസ, ചില ആളുകൾക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി കൊടുക്കുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, ചില ആളുകൾക്ക് അല്ലാഹു തആല വന്ധ്യരാക്കുന്നു, കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഇന്നഹു അലീമുൻ ഖദീർ, അള്ളാഹു എല്ലാം കൃത്യമായി അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. അപ്പോൾ മക്കളെ ലഭിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഹിബയാണ്. അത് അള്ളാഹുവിനെ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സംഭവമാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു മുസ്ലിം പേരുള്ള ഒരാൾ ഏതോ ഒരു അമ്പലത്തിൽ പോയി എന്തോ വഴിപാട് നടത്തുന്ന കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ പോയി എന്തോ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയി ചെയ്യുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പല ജാറങ്ങളിലും പോയിട്ട് എന്തൊക്കെ കാണിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ അടുക്കൽ പോയിട്ട്, അങ്ങനെ പല രീതിയിലുള്ള ആചാരങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് വഹാബ്. അള്ളാഹു ആണ് മക്കളെ നൽകേണ്ടവൻ. അള്ളാഹുവിന് മാത്രമേ അതിന് കഴിയുള്ളൂ. അപ്പോൾ അള്ളാഹുവിനോടാണ് തേടേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഹിബകൾക്കും, എല്ലാ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾക്കും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? അള്ളാഹു വഹാബാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനു പകരം നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഉബൂദിയത്ത് ഹംദാണ്. അള്ളാഹുവിനെ അതിൻ്റെ പേരിൽ സ്തുതിക്കലാണ്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നോക്കൂ, പ്രായാധിക്യത്തിലാണ് ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും ഒക്കെ ജനിക്കുന്നത്. അവസാനത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്ന ദുആ സൂറത്ത് ഇബ്രാഹിമിലെ 39-ാമത്തെ ആയത്തിൽ കാണാം, അൽഹംദുലില്ലാഹ് അല്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. അള്ളാഹുവിന് സ്തുതി, എനിക്ക് ഹിബയായിക്കൊണ്ട്, ഒരു സമ്മാനമായിക്കൊണ്ട്, ഔദാര്യമായിക്കൊണ്ട് എൻ്റെ പ്രായാധിക്യത്തിൽ ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും നൽകിയ അള്ളാഹുവിന് സ്തുതി. ഇന്ന റബ്ബി ലസമീഉ ദുആ, തീർച്ചയായും എൻ്റെ റബ്ബ് ദുആ കേൾക്കുന്നവനാണ് എന്ന് പറയാം.
അപ്പോൾ അള്ളാഹു നൽകുന്ന ഏതൊരു അനുഗ്രഹത്തിനും നമ്മുടെ എല്ലാ കാര്യവും അള്ളാഹു വഹാബ് എന്നുള്ള നാമം കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം അതിന് നമ്മൾ തിരിച്ചു ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ ഹംദ് ചെയ്യുക എന്നുള്ളതാണ്. ഇബ്നു അബി ദുനിയയുടെ അശുക്ർ എന്നൊരു കിതാബുണ്ട്. അതിൽ ബക്കർ ബിൻ അബ്ദുല്ല അൽ മുസ്നി റഹിമഹുല്ല അദ്ദേഹം പറയുന്ന ഒരു അസറിൽ കാണാം, മാ ഖാല അബ്ദുൻ ഖത്തു അൽഹംദുലില്ലാഹ് ഇല്ലാ വജബത് അലൈഹി നിഅമത്തുൻ. ഒരു അടിമയുമില്ല അൽഹംദുലില്ലാഹ് എന്ന് പറയാതെ അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മേലൊരു നിഅമത്ത് നിർബന്ധമാകും. അതായത് ഓരോ തവണ അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹ് പറയുമ്പോഴും അവൻ്റെ മേലൊരു നിഅമത്ത് നിർബന്ധമാവും. ബിഖൗലിഹി അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് വാക്കുകൊണ്ട് കിട്ടുന്നതാണ്. ഫമാ ജസാഉ തിൽക നിഅമ, ആ അനുഗ്രഹത്തിന് പിന്നെ അവൻ എന്താണ് നന്ദി കാണിക്കേണ്ടത്? ജസാഉഹ അയ്യഖൂല അൽഹംദുലില്ലാഹ്, അവൻ അതിന് നന്ദി കാണിക്കേണ്ടത് അടുത്ത അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് വീണ്ടും അൽഹംദുലില്ലാഹ് പറയുമ്പോൾ വജാഅത് ഉഖ്റ, അടുത്ത അനുഗ്രഹം ലഭിക്കും. വലാ തൻഫദു നിഅമുല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും അവസാനം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ വഹാബായ അള്ളാഹു നൽകുന്ന ഏതൊരു ഹിബക്കും ഏതൊരു അനുഗ്രഹത്തിനും ഏതൊരു മിന്നത്തിനും ഔദാര്യത്തിനും എല്ലാം നമ്മൾ കാണിക്കേണ്ടത് അൽഹംദുലില്ലാഹ് എന്നുള്ള അള്ളാഹുവിന് സ്തുതി കാണിക്കലാണ്. അത് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾക്ക് കാരണമാകും. അതേ ആശയത്തിൽ ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു അസറിലും കാണാം, അൽഹംദുലില്ലാഹില്ലദീ ലാ യുഅദ്ദാ ശുക്ര നിഅമത്തിൻ മിൻ നിഅമത്തിൻ ഇല്ലാ ബിനിഅമത്തിൻ ഹാദിസത്തിൻ തൂജബു ശുക്റഹു അലൈഹാ. അള്ളാഹുവിന് സ്തുതി, എപ്പോഴെല്ലാം അള്ളാഹു നന്ദി കാണിക്കുന്നുവോ, അള്ളാഹു നൽകിയ നിഅമത്തിന് നന്ദി കാണിക്കുന്നുവോ, അള്ളാഹു അതിന് പകരം പുതിയ നിഅമത്ത് നൽകുന്നു. അങ്ങനെ വീണ്ടും നന്ദി കാണിക്കുമ്പോൾ വീണ്ടും നിഅമത്തുകൾ, അതിനൊരു അവസാനമില്ലാതെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അള്ളാഹു തആല വഹാബാണ്, ധാരാളം നൽകുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നാണ് നമുക്ക് എല്ലാ അനുഗ്രഹവും, നമ്മൾ ജനിക്കുന്നത് മുതൽ മരണപ്പെട്ട് നാളെ സ്വർഗത്തിലെത്തുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹങ്ങളും വഹാബായ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കലാണ്. ഇതാണ് വഹാബ് എന്നുള്ള നാമം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആശയം.